ഇറാനെ ഇപ്പോൾ തവിട് പൊടിയാക്കുമെന്നാണ് US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ തവിട് പൊടിയായി കണ്ടില്ല. പകരം അമേരിക്ക പിന്നോട്ട് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. സത്യത്തിൽ എന്ത് സംഭവിക്കും? അമേരിക്ക പിന്നോട്ട് പോയിട്ടൊന്നുമില്ല പ്രജിത. ഇപ്പൊ ഇന്നത്തെ പീറ്റർ ഹെഗ്സത്തിന്റെ പ്രസ് മീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഐദർ അവർ വേ ഓർ ഹൈവേ എന്നാണ് അവർ ഇറാന് കൊടുത്തിരിക്കുന്നത്. ഒന്നിലും ഞങ്ങൾ പറയുന്ന വഴിക്ക് നടക്കുക, അതിൽ പെരുവഴിയായിരിക്കും മുമ്പിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അവർ ടൈറ്റൻ ചെയ്യാൻ പോവാണ്. അമേരിക്ക ശക്തിയായിട്ട് തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇത് ഒന്ന് അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഇറാന്. പിന്നെ ഇപ്പോൾ ഇറാൻ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് ഇന്ന്. ഇറാൻ ഏതാണ്ട് 20 മില്യൺ ബാരൽ എണ്ണ ഈ എംബാർഗോ ഉണ്ടല്ലോ, ഇപ്പോൾ മറ്റേ പോർട്ടുകളൊക്കെ എംബാർഗോ ചെയ്തേക്കാണ് അമേരിക്ക. അവരുടെ രഹസ്യ ശൃംഖല ഉപയോഗിച്ചിട്ട് ഇറാനിൽ നിന്നും 20 മില്യൺ ബാരൽ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തി. ഇത് അമേരിക്കനെ ചോടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞിരിക്കണം, പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കണം, പിന്നോട്ട് പോകുന്ന പ്രശ്നേ ഇല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയണായിട്ട് നിന്നാൽ നിങ്ങൾക്ക് നല്ല, അല്ല ഞങ്ങൾ എന്താ പറയണ റീലോഡ് ചെയ്യാൻ പോവുക, ഞങ്ങളുടെ സൈനിക ഡിപ്ലോയ്മെന്റ് മുഴുവൻ ഞങ്ങൾ പൂർവാധികം ശക്തിപ്പെടുത്തുമെന്നാണ് പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റ് വഴിയായിരിക്കാം ഒരു പക്ഷേ ഇറാൻ എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇല്ല, ഉണ്ടായിട്ടുണ്ടല്ലോ ഷാഡോ ഫ്ലീറ്റ് വഴി. ഇപ്പൊ അവർ എന്താ ചെയ്തിരിക്കണേ, ഇറാനിലുള്ള തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ നാവിഗേഷൻ ഫെസിലിറ്റി കംപ്ലീറ്റ് തടഞ്ഞു വെച്ചേക്കുക. അമേരിക്ക എംബാർഗോ പ്രഖ്യാപിച്ചേക്കുക. ഒരു കപ്പലിനും ഹോർമസ് സ്ട്രെയിറ്റിലേക്കോ ഇറാനിലെ മറ്റു തുറമുഖങ്ങളിലേക്കോ പോകാൻ പറ്റില്ല. ഒരു കപ്പലിനും അവിടെ നിന്നും പുറത്തേക്ക് വരാനും പറ്റില്ല. പിന്നെ അവർക്ക് എങ്ങനെയാ ഷാഡോ ഫ്ലീറ്റ് വഴി കൊണ്ടുപോകാൻ പറ്റുക? അത് മാത്രമല്ല, ഇവര് അതുവഴി പോകുന്ന കപ്പലിനേരൊക്കെ വെടിവെക്കാന്ന് പറഞ്ഞാൽ അതും പറഞ്ഞിട്ടുണ്ട്. മേല ചെയ്തു പോരുന്ന വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇറാന് അമേരിക്ക. പക്ഷേ സാർ, ഒരു മീറ്റിംഗ് വയ്ക്കുന്നു ഇസ്ലാമാബാദില്. ഈ മീറ്റിംഗ് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. രണ്ടുപേരും ഉടമ്പടിയിൽ ഒപ്പുവെക്കാമെന്നുള്ള തരത്തിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് നെതന്യാഹുവിന്റെ കോൾ വരുന്നത്. അതിനുശേഷം ഇവർ അതായത് പിന്മാറുകയാണ്, US പിന്മാറുകയാണ്. ഇറാൻ അല്ല പിന്മാറിയത്. അല്ല, ചർച്ചയിൽ നിന്നും അമേരിക്ക പിന്മാറിയിട്ടില്ലല്ലോ. അമേരിക്ക പറഞ്ഞ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡീൽ നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് ഇറാന് സൗകര്യം ഉണ്ടായിരുന്നില്ല, അവർ അനുവദിച്ചില്ല. അവർക്ക് വേണ്ട, ഞങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഡീലാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്, അവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് അവർ ചർച്ച അവസാനിപ്പിച്ച് പിരിഞ്ഞത്. ഇപ്പൊ നാളെ മറ്റന്നാൾ വീണ്ടും ചർച്ച നടക്കുക പാകിസ്ഥാനിൽ വെച്ചിട്ടുണ്ട്, ഇസ്ലാമാബാദിൽ വെച്ചിട്ട്. അത് തീരുമാനമായിട്ടില്ല എന്നുള്ള വാർത്തയാണ്. ചർച്ചയുണ്ട്. ഇപ്പൊ അതിനെ കുറിച്ച് ഇവൻ എന്താ അവരുടെ ഫീൽഡ് മാർഷൽ അയാള് എന്താ അതിന്റെ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചർച്ചകളുടെ പശ്ചാത്തലം ഒരുക്കുന്ന തിരക്കിലാണ് അയാള്. അങ്ങനെയാണ് ഗാർഡിയനൊക്കെ റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ സർ, ഈ ഒരു സംഭവം തുടങ്ങിയിട്ട്, ഈ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 100 മണിക്കൂറിനുള്ളിൽ തീർക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇതിപ്പോ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവനും പലതരത്തിൽ ഒരു എന്താ പറയാ ചേരികളായിട്ട് മാറുകയാണ്. ഇപ്പോൾ നാറ്റോ ട്രംപിനൊപ്പം നിൽക്കുന്നില്ല, അങ്ങനെ പലരും മാറുകയാണ്. ഇപ്പോൾ ഈ US കേന്ദ്രങ്ങളുള്ള GCC രാജ്യങ്ങളായിക്കോട്ടെ, പൊതുവായിട്ട് അവർക്കും അനിഷ്ടമുണ്ടായിട്ടുണ്ട്. യുഎസിനെ യുഎസിനുള്ള പിന്തുണ അവർ പിൻവലിക്കുന്നില്ല എന്നത് മാറ്റിവെച്ചാൽ പോലും ഇവരെ സംബന്ധിച്ച് അവരുടെ സ്കൂളുകളടക്കം ഇപ്പോഴാണ് ഒന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരികയാണ്. ഇതിനിടയിൽ വീണ്ടും US ഇറാനെ ആക്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാൻ സ്വാഭാവികമായിട്ടും അവർ ഇത്രയും ദിവസവും അവർ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. നമുക്ക് അത് മറന്നു കളയാൻ കഴിയില്ലല്ലോ. പ്രത്യാക്രമണം അവർ എന്തോരം നടത്തിയവര്. അവരുടെ മിസൈല് ഡിഗോ ഗാർഷ്യ ദ്വീപിന്റെ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ദൂരം വരെ ചെന്നു എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒന്ന് USS ജെറാൾഡ് ഫോർഡിനെ കേടുവരുത്തി മിസൈൽ അറ്റാക്കിന്. അതിപ്പോൾ അമേരിക്ക പറയണ അവരുടെ തന്നെ ആ കപ്പലിന്റെ യന്ത്ര തകരാറാന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ഏതോ വിശ്വസിക്കാൻ പറ്റുക? ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കപ്പൽ തകർന്നു എന്നോ, അതല്ലെങ്കിൽ അമേരിക്ക പറയണ പോലെ അവരുടെ ലോണ്ടറി പ്ലാന്റിനകത്ത് തീ പിടിച്ച് കപ്പലില് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഏതാ വിശ്വസിക്കണ്ടേ? നമ്മളൊന്നും നേരിട്ട് കാണണില്ല പ്രജിത. നമുക്ക് അവര് പറയണ കാര്യം വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോ ഈ
ഇവരുടെ പ്രധാന ഡിമാൻഡ് രണ്ട് ഡിമാൻഡാണ് ഇവർ അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ. യുറേനിയം എൻറിച്ച്മെന്റ് നിർത്തലാക്കുക. യുറേനിയം അത് നിർത്തലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തി ഇവർക്കുള്ള സൈനിക സഹായം ഇവർ നിർത്തലാക്കുക. ഇത് രണ്ടും ചെയ്യാൻ എന്താ ഇവർക്ക് ഇത്ര മടി? എന്താ? ഇപ്പൊ നെതന്യാഹു ലെബനോണിൽ ചെന്നിട്ടുണ്ട്. അവിടെ സൈനികരെ എല്ലാം കാണുന്നുണ്ട്. അതിന്റെ വേറൊരു ഇഫക്റ്റും കൂടി ഉണ്ടായി. സദേൺ ലെബനോണെയും ബന്ധിപ്പിക്കുന്ന പാലം, അവസാനത്തെ പാലം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഇപ്പൊ ലെബനൻ ഇപ്പൊ രണ്ടായി. സദേൺ ലെബനണിൽ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാലമില്ല പോവാനായിട്ട്. ഇപ്പൊ അവരിപ്പോ എങ്ങനെയെങ്കിലും അവർ ചർച്ചയ്ക്ക് തയ്യാറായി. അവര് ഇസ്രായേലിന്റെ അടുത്ത് ചെല്ലുക ചെയ്തിരിക്കണ ഇപ്പൊ ലെബനൻകാര്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങളെ കൂടുതൽ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താ, ഹെസ്ബുള്ളനെ പുറത്താക്കുക. അവിടെ നിന്ന് ഹെസ്ബുള്ളനെ പുറത്താക്കി കഴിഞ്ഞാൽ സാഹചര്യത്തിൽ എന്തിനാണ് സത്യത്തിൽ നെതന്യാഹു അവിടേക്ക് പോകുന്നത്? അദ്ദേഹം ഒരു സുപ്രീം കമാൻഡർ, പട്ടാളത്തിന്റെ രാജ്യത്തിന്റെ തലവനല്ലേ. അദ്ദേഹത്തിന് സൈനികരെ പോയി കാണാൻ പാടില്ലേ? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും ഉത്തരേന്ത്യയിൽ അമേരിക്കയുടെ സിയാച്ചിൻ ഗ്ലേസിയറിലൊക്കെ പോയി പട്ടാളക്കാരെ കാണാറില്ലേ? ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് എവിടെയുണ്ടോ അവിടേക്ക് അവരുടെ പ്രധാനമന്ത്രി ചെല്ലും. അവരൊക്കെ ജീവൻ വെടിഞ്ഞും രാജ്യത്തിനെ രക്ഷിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. എല്ലാവരും രാഹുൽ ഗാന്ധിനെ പോലെ ആവില്ലല്ലോ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും പീറ്റർ ഹെക്സത്തിന്റെ ഈ ഒരു മറുപടി, ഈ ഒരു മുന്നറിയിപ്പാണ് ഇനി അടിച്ചു നിരപ്പാക്കി കളയുമെന്നുള്ളത്. അതിന്റെ കൂടെയാണ് നെതന്യാഹു ലെബനോണിൽ ചെന്നിരിക്കുന്നത്. രണ്ട് സാഹചര്യം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സാഹചര്യമാണ്. ലോകം ഇനി എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? ലോകത്തെ എന്താ പറയാ, ലോകത്തെ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം പോകുമോ? ഇപ്പോ ലോകം കാത്തിരിക്കുന്ന ഇറാന്റെ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. കാരണം അവര് ഈ എൻറിച്ച്ഡ് യുറേനിയം ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് കൈമാറുമോ, അതുകൂടാണ്ട് ഈ 3 തീവ്രവാദ ഭീകര സംഘടനകൾക്കുള്ള സഹായം നിർത്തുമോ എന്ന് മാത്രമേ അവർ ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതുള്ളൂ. അത് രണ്ടും അവരെ സംബന്ധിച്ച യുദ്ധം അപ്പം തീരും. മറ്റു കാര്യങ്ങളൊക്കെ അവർ വേണ്ട രീതിയിൽ പരിഹരിച്ചോളും. അതോടുകൂടി എംബാർഗോവും മാറും. അമേരിക്കൻ ഗവൺമെന്റ് ഈ ഇറാനിലെ പോർട്ടിലേക്ക് ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ 2 പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ബ്ലോക്കേഡ് അവർ പിൻവലിക്കുവരും. ഇത് അവർക്കൊരു സുരക്ഷിതത്വം വേണ്ടേ? അമേരിക്കയ്ക്കാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും. നിങ്ങൾ ഈ രാവും പകലും ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരാ പേടിക്കാണ്ടിരിക്കണം? ഇവർക്കൊന്നുമില്ല. ഇവരുടെ തകർന്ന് തരിപ്പണായ ഇക്കണോമിയാണ് ഇറാന്റെ. ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് എന്താ ഈ അമേരിക്ക നമ്മുടെ നാഗസാക്കിയിലും ഹിറോഷിമയിലും കൊണ്ട് ബോംബിടാനുള്ള കാരണം എന്താ? അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു അമേരിക്കനെ. പേൾ ഹാർബറിൽ അറ്റാക്ക് ചെയ്തിട്ട് 13,000 സെയിലേഴ്സും അമേരിക്കൻ സോൾജേഴ്സും മരിച്ചുപോയത്. അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനൊപ്പം വന്നപ്പോൾ ആറ്റമിക് ബോംബ് റെഡിയായി. അവർ അവിടെ കൊണ്ടിട്ടു നാഗസാക്കിയിലും ഹിരോഷിമയിലും. അതിന്റെ ഇഫക്റ്റ് ഇന്നും തീർന്നിട്ടില്ല. അവിടെ ഇനി 27,000 വർഷം എടുക്കും. എന്താ അത് കഥ അറിയില്ലേ? 1 ഗ്രാം പ്ലൂട്ടോണിയത്തിന്റെ പവർ 1/2 ഗ്രാം പ്ലൂട്ടോണിയത്തിന്റെ പവറായിട്ട് റേഡിയേഷൻ കുറയാൻ 27,000 വർഷം എടുക്കും ഇവരെ. അപ്പൊ ഇന്ന് അതിന്റെ 10 മടങ്ങ് ശക്തിയുള്ള ബോംബുകളാണ് അമേരിക്ക കൈവശം വെച്ചിരിക്കുന്നത്. 1-2 ബോംബുണ്ടെങ്കിൽ ഇറാന്റെ കച്ചവടം തീരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.